Welcome to Tech Bites by Manorama Online. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത സാംസങ് ഗാലക്സി Z Fold 5. As you can see, previous models ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ Fold 5 വളരെയധികം കോമ്പാക്ട് ആൻഡ് ലൈറ്റ് ആണ്. Fold 4 വരെയുള്ള മോഡൽസിനുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ്, അതായത് ഹിഞ്ച് ക്ലോസ് ചെയ്യുമ്പോഴുള്ള ഗ്യാപ്പ് ഇവരിവിടെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഹിഞ്ച് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴും ഓപ്പൺ ചെയ്യുമ്പോഴും വളരെയധികം എന്താ പറയുക സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും, അതേസമയം സ്ട്രെങ്ത് ഫീൽ ചെയ്യും. വിച്ച് മീൻസ് നമുക്ക് ഏത് ആംഗിളിലും ഈ ഡിസ്പ്ലേ നമുക്ക് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് വളരെയധികം സ്യൂട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സീറോ സൗണ്ടാണ്, അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. നമുക്ക് ഹിഞ്ച് ക്ലോസ് ചെയ്യുമ്പോഴും ഓപ്പൺ ചെയ്യുമ്പോഴും സീറോ സൗണ്ട് ആയിരിക്കും. ഇതിൻ്റെ വെയിറ്റ് വരുമ്പോൾ 253 ഗ്രാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബിൽഡ് ക്വാളിറ്റിയാണ്. അലൂമിനിയം ഫ്രെയിമിലാണ് ഇവരിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി ഡിസ്പ്ലേ വരുന്നത് പ്ലാസ്റ്റിക് ഫ്രണ്ട് ഗ്ലാസും അതുപോലെ തന്നെ കവർ ഡിസ്പ്ലേ വരുന്നത് ഗ്ലാസ് ഫ്രണ്ട്. ബോത്ത് ഡിസ്പ്ലേസ് ആർ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2. നാനോ സിം സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഈ സിമ്മും എനേബിൾഡ് ആണ്. IPX8 വാട്ടർ റെസിസ്റ്റന്റ്. ഡിസ്പ്ലേ കുറിച്ച് പറയുമ്പോൾ പ്രൈമറി ഡിസ്പ്ലേ വരുന്നത് 7.6 ഇഞ്ചസ്. അതുപോലെ കവർ ഡിസ്പ്ലേ വരുന്നത് 6.2. ബോത്ത് ആർ കോണിംഗ് ഗ്ലാസ് വിക്ടസ് 2. OS-നെ കുറിച്ച് പറയുമ്പോൾ ആൻഡ്രോയിഡ് 13 ആണ് ഇതിൽ വരുന്നത്. അതുപോലെ സാംസങ്ങിന്റെ One UI 5.1.1. പെർഫോമൻസ് ബേസിൽ പറയുമ്പോൾ ചിപ്സെറ്റ് വരുന്നത് ക്വാൾകോം Snapdragon 8 Gen 2 ഒക്ടാകോർ CPU ആണ്. ദെൻ GPU എന്ന് പറയുമ്പോൾ Adreno 740. മെമ്മറി പറയുമ്പോൾ എക്സ്റ്റേണൽ കാർഡ് ഇതിൽ സ്ലോട്ട് ഇല്ല. ഇന്റേണൽ സ്റ്റോറേജ് വരുമ്പോൾ 3 വേരിയൻസ് ഉണ്ട്. 256 GB പ്ലസ് 12 GB RAM. അതുപോലെ തന്നെ 512 GB സ്റ്റോറേജ്, 12 GB RAM, ദെൻ 1 TB 12 GB RAM. ഈ 3 വേരിയൻസ് ആണ് വരുന്നത്. മെയിൻ ക്യാമറ പറയുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ്. 1 is 50 മെഗാപിക്സൽ, 1 is 10 മെഗാപിക്സൽ ആൻഡ് അതർ 1 is 12 മെഗാപിക്സൽ. അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുമ്പോൾ അവർ HDR എനേബിൾഡ് ആണ്. 8K at 30 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 4K at 60 FPS. ദെൻ ഓൾസോ സ്ലോ മോഷനും നമുക്കിതിൽ ക്യാപ്ചർ ചെയ്യാം. സെൽഫി ക്യാമറ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. 4 മെഗാപിക്സൽ സെൽഫി ക്യാമറ. വീഡിയോ വരുന്നത് 4K at 60 or 30 FPS, 1080 at 30 or 60 FPS. സൗണ്ട് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്കിതിൽ ലൗഡ് സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ്. ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. 3.5 mm ജാക്ക് ഇതിൽ ഉണ്ടാവുന്നതല്ല. ഫിംഗർ പ്രിന്റ് സൈഡ് മൗണ്ടഡ് ആണ്, അതായത് നമ്മുടെ പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൽ ഫിംഗർ പ്രിന്റ് വരുന്നത്. സോ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ദെൻ കമ്മിങ് ടു ദ ബാറ്ററി, ലിഥിയം പോളിമർ ബാറ്ററിയാണ്. 4400 mAh. ചാർജിങ് പവർ വരുന്നത് 25 watts വയർഡ് ചാർജിങ്ങും 15 watts വയർലെസ് ചാർജിങ്ങും 4 watts റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും. പല ഡിഫറെൻറ്റ് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഐസി ബ്ലൂ, ഫാൻറ്റം ബ്ലാക്ക്, ക്രീം, ഗ്രേ ആൻഡ് ബ്ലൂ.